നമസ്കാരം, ദേവുവാണ്. നല്ലൊരു ഫ്ലോയിൽ ആദ്യം ഒരു വീഡിയോ ചെയ്തു, അത് പെട്ടെന്ന് സ്കിപ്പ് ആവേണ്ടി വന്നതുകൊണ്ട് ആ ഫ്ലോ ഇപ്പുറത്ത് കിട്ടാത്തതുകൊണ്ട് ഓൺ ദ വേ ഫ്ലോ കിട്ടുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ കാര്യങ്ങളിലോട്ട് കിടക്കുകയാണ്. എനിക്ക് വളരെ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നത്. ഞാൻ ലൈവും കാണാറുണ്ട്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, അതിനൊപ്പം തന്നെ ടി വിയിലെ എപ്പിസോഡും കാണാറുണ്ട്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് കണ്ടൻറ്റിൻ്റെ ടി വി എപ്പിസോഡ്സിൻ്റെ ഘട്ടമായിട്ട് വീഡിയോ വരുന്നതാണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ചൊറിഞ്ഞും സ്നേഹിച്ചുമൊക്കെ കൂടെ നിൽക്കുന്നവർക്ക് ഒരുപാട് നന്ദി. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ള ടോപ്പിക്കും. ഈ കമൻറ്റ് ബോക്സിൽ അനാവശ്യം പറയുന്ന, കുന്തളിപ്പ് കാണിക്കുന്ന ഒരു സ്പൈൻലെസ് ആളുകൾക്കും നേരിട്ട് ഫേസ് ടു ഫേസ് വന്ന് സംസാരിക്കാനുള്ള ഗറ്റ്സ് ഇല്ല. ടു ബി ഫ്രാങ്ക്, ഗറ്റ്സ് ഇല്ല. അത് തന്നെയാണ് ഗബ്രി ഇന്നലെ കാണിച്ചുകൊണ്ടിരുന്നത്. ജിൻഡോന്റെ വഴിക്ക് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു കാര്യമില്ലാതെ വെറുതെ മണ്ടാന്ന് വിളിച്ചുകൊണ്ട് പുറകെ കിടക്കുക. ഇത് പുറത്താണെങ്കിൽ ഇത് കണ്ടോണ്ടിരുന്ന എനിക്ക് തന്നെ പറ്റത്തില്ല. കാരണം എനിക്കൊന്നും ഇത്രയും ക്ഷമ പോലും ഇല്ല. ഐ എം എ വെരി ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ. പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ മണ്ടാന്ന് വിളിക്കുക. പക്ഷേ ജിൻഡോന്റെ പാട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. ഇടയ്ക്ക് ആ ഒരു നിൻ്റെപ്പം എന്നുള്ള ലിറിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അതിൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ ഞാൻ ചെയ്യുള്ളൂ. മര്യാദയ്ക്ക് ഓരോ കാര്യം നോക്കി നിൽക്കുന്ന അയാളുടെ പുറകെ നടന്ന് വെറുതെ പണി വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്യാണ്ട്. ഗബ്രിയെ പോലത്തെ വേട്ടാവളിയന്മാരുണ്ട്. എന്നെ ഒന്ന് തല്ലിയിട്ട് പോകുക, അല്ലെങ്കിൽ എന്നെ ഒന്ന് തട്ടിയിട്ട് പോകുന്നു എരന്ന് പണി വാങ്ങിക്കുന്ന കുറേ ടീംസ്. അതിന് തക്കതായ മറുപടി നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുകയും ചെയ്തു. കാരണം ഇത് ലാലേട്ടൻ എന്തായാലും ചോദിക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം വെറുതെ അയാൾ അവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അയാളുടെ പുറകെ നടന്ന് മണ്ട അല്ലെങ്കിൽ ഇവൻ എപ്പോൾ നോക്കിയാലും ചോദിക്കും ആണാണോ. ഇവൻ ആണാന്ന് തെളിയിക്കാനാണോ എപ്പോൾ നോക്കിയാലും ജാസ്മിനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ജാസ്മിനെ മടി കയറിയിരിക്കുന്നത്? അതാണ് ഒരാണത്തെന്ന് എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെയാണ് റോക്കിയുടെയും ജിൻഡോനും ഡിഫറൻസ് കാണുന്നത്. ജിൻഡോ പലയിടത്തും വീഡിയോ കണ്ടു കരഞ്ഞു മെഴുകുകയാണെന്ന്. അയാൾ കൺഫെഷൻ റൂമിലാണ് കരഞ്ഞത്. മനസ്സിലായോ? മനുഷ്യന് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണ്ടേ? റോക്കി ചെയ്യാത്തതും ജിൻഡോ ചെയ്യുന്നതായിട്ടുള്ള ഡിഫറൻസ് ആണ് അവിടെ എനിക്ക് പറയാനുള്ളത്. ആദ്യം ജബ്രിയുടെ ടോപ്പിക്കിന് ഒരു മൂലയ്ക്ക് കൊണ്ട് വയ്ക്കാം നമുക്ക്. അപ്പോൾ പുറകെ നടന്ന് ജബ്രി കാണിക്കുന്നത് ഇവൻ എന്നെ തൊടില്ല, അഥവാ തൊട്ടാൽ തന്നെ ഇത്തിരി വേണിച്ചാലും ജിൻഡോ പുറത്താവും, എനിക്ക് എൻ്റെ ഒരു ഒപ്പോണൻറ്റിൻ്റെ തട്ടിക്കളയാം എന്നുള്ള രീതിയിലാണ് ചൊറിഞ്ഞുകൊണ്ടിരുന്നത്. അത് അവിടെയുള്ള കണ്ടസ്റ്റൻസിന് മനസ്സിലായി. ഋഷി പറയുന്നുണ്ടായിരുന്നു കൈ കിട്ടണമെന്ന് എടുത്തെറിയാതിരുന്നാൽ മതിയെന്ന്. ജിൻഡോ ചൂലൊക്കെ എടുത്ത് കുത്തുന്നുണ്ട്. കാരണം എനിക്കും തോന്നി ഇവൻ ഇത് വാങ്ങിച്ചു വച്ചാൽ തന്നെ ഐ വിൽ സപ്പോർട്ട് ജിൻഡോ. കാരണം അത്രയും പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിൻഡോന്റെ ആത്മസമീപനം ആ കൺഫെഷൻ റൂമിൽ പോയിട്ട് നമ്മൾ ലവേഴ്സിനോടോ അല്ലെങ്കിൽ അമ്മോടോ നമ്മുടെ സിബ്ലിൻസിനോടൊക്കെ പറയില്ല, ആര് പറഞ്ഞാലും കുഴപ്പമില്ല, നീ പറഞ്ഞത് ശരിയായില്ല, നീ പറഞ്ഞ എനിക്ക് വിഷമമായി, നീ എങ്കിലും എന്നെ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു പറഞ്ഞ പോലെയാണ് ജിൻഡോന്റെ. ബിഗ് ബോസ് പറഞ്ഞത് എനിക്ക് വിഷമമായി. ഇത് കുഞ്ഞു പിള്ളേരെ പോലെ ലൈക്ക്. അപ്പോൾ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്ത് ഇല്ല ജിൻഡോ നല്ലൊരു പ്ലെയറാണ്, എനിക്ക് അത് കേട്ടാൽ മതി ബാക്കി ആരും ഓക്കെ. സോ ഹി നീഡ് സ്മോൾ സപ്പോർട്ട്. പുള്ളിക്ക് പറയാൻ അറിയത്തില്ല. ചിലവരങ്ങനെയാണ്, ദേ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദ തിങ്സ്. പക്ഷെ ഉള്ളിലെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും. പക്ഷേ ജിൻഡോന്റെ ഭാഗത്തും കുട്ടി തെറ്റൊക്കെ ഉണ്ട്. അദ്ദേഹം അതിനകത്തേക്ക് വരാം. ഇനിയും വീഡിയോ ചെയ്യാൻ കിടക്കുകയാണല്ലോ. അപ്പം കൺഫെഷൻ റൂമിലിരുന്ന് അത് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ വേസ്റ്റ് ക്ലിയർ പ്രോക്കിംഗ് ആണ് ഈ ഗെയിം. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഈ സീസണിൽ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നതിൻ്റെ പോലും ഒരു മൂലക്കേ കാണുന്നില്ല. അതിനകത്ത് ആകെ കാണുന്ന ഇപ്പോൾ ഇന്നലെ ലേറ്റസ്റ്റ് ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, തന്തയ്ക്ക് വിളി. അതിനു മുമ്പ് ഈ പറഞ്ഞ മാതിരി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ വേസ്റ്റ് ഇട്ടിട്ട് മുട്ടയുടെയൊക്കെ വേസ്റ്റ് കൊണ്ട് ഇടാന്നൊക്കെ പറഞ്ഞാൽ ഇറിറ്റേറ്റിംഗ് ആണ്. ഓക്കെ, അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാം. അത് അടിച്ചുകൊണ്ട് പോവുക. എന്നിട്ടും പാവം അത് അടിച്ചിട്ട് പോയി. കൺഫെഷൻ റൂമിൽ പോയപ്പോൾ മുട്ടയുടെ ചെറിയ തൊണ്ടൊക്കെ മറ്റേ DNA ടെസ്റ്റിന്റെ പ്രൂഫ് പോലെ കൊണ്ടുകൊണ്ടാണ് ആൾ പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത് സംസാരിച്ച് പുള്ളി അതിൻ്റെ ഉള്ളിൽ കരഞ്ഞ് ഫ്ലഷ് ഔട്ട് ചെയ്ത് പുറത്ത് പോകാൻ നേരത്തെ പുള്ളി പറഞ്ഞോണ്ടല്ലോ കൊണ്ട് ഞാൻ തുടക്കട്ടെ അല്ലെങ്കിൽ അവിടെ ഉള്ളൊരു കളിയാക്കുന്നത്. എന്നിട്ട് പുറത്ത് വന്നപ്പോൾ കൺഫെഷൻ റൂമിൽ നിന്ന് കരഞ്ഞ ജിൻഡോയേ അല്ല. മനസ്സിലായോ? പരിസരബോധം മറന്ന് ജിൻഡു ഇതൊരു സംസാരിച്ചിട്ടില്ല. റോക്കി ആ സമയത്ത് നമ്മളേക്കും കുത്തി പുറത്തിറങ്ങി തഗ് കാണിച്ച് റോക്കിയുടെ ഒരു വീഡിയോ വരുന്നുണ്ട്. പുള്ളി സോഷ്യൽ മീഡിയയിൽ സംസാരിച്ച ഒരു സാധനം അത് വഴിയെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ഹരാസ് ചെയ്യുന്നുണ്ട്, മാക്സിമം ഹരാസ് ചെയ്യുന്നുണ്ട്. കാരണം കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല, എന്തോ എന്നുള്ളൊരു അവസ്ഥയാണ്. ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ജിൻഡോയുടെ ഭാഗത്ത് തെറ്റുണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എല്ലാവരും കൂടി ഒരു മനുഷ്യനെ കടന്നാക്രമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? തൊട്ടനും പിടിച്ചവനൊക്കെ പണിഷ്മെന്റ്, തൊട്ടനും പിടിച്ചവനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാന്നല്ലാതെ ഒരു മനുഷ്യന്റെ അവസ്ഥയിൽ നിന്ന് ചിന്തിക്കുന്നവിടെ അവിടെ ആരുമില്ല. അങ്ങനെ ഒരാളെ അതിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് പുറത്ത് ഒടുക്കത്തെ സപ്പോർട്ടായിരിക്കും. ജിൻഡോ ഇസ് എ പ്യോർ സോൾ. തെറ്റുകുറ്റങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല. അവിടെയുള്ള എല്ലാവർക്കും തെറ്റുകുറ്റങ്ങളുണ്ട്. ജിൻഡോ പറയുന്ന ഒരു പോയിന്റും ഉണ്ട്, മിസ്റ്റേക്കും ഉണ്ട്. പക്ഷെ ഒരാളെ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുക, ഗബ്രി ചൊറിയണ മാതിരി പുറകെ നടന്ന് ചൊറിയുക, അതൊക്കെ വെറും വൃത്തികെട്ടൊരവസ്ഥ. ആ മനുഷ്യൻ ഇന്നലെ കൺഫെഷൻ റൂമിൽ ഇരുന്ന് കരയാനുണ്ടപ്പോൾ കഷ്ടം തോന്നി. കാരണം പിടിച്ചു നിൽക്കുക, അവരുടെ ആവശ്യം പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. ജിൻഡോ പിടിച്ചു നിൽക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ റിംഗ് ലൈറ്റ് പോയി. ദൈവമേ, അതൊക്കെ പുറത്താവുമോ ഇല്ല. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ പുറകെ നടന്ന് ചൊറിഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും. ഗുഡ് വൈബ്സ്.